അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 220 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹുദൈബിയ സന്ധി 8 ഭാഗമാണ് ഇന്ന് പറയാനുള്ളത്. കരാർ എഴുതി, പക്ഷേ കരാറിൻ്റെ വ്യവസ്ഥകളും അതുപോലെ എഴുതുമ്പോൾ ഉണ്ടായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതൊക്കെ എഴുതുന്നത് എതിര് പറഞ്ഞപ്പോൾ ഇതൊക്കെ അതേപോലെ തന്നെ ഇപ്രാവശ്യം ഉംറ ചെയ്യാൻ അനുവദിക്കില്ല, തിരിച്ചു പോകണം, ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവനെ തിരിച്ചു വിടണം, മറിച്ച് ആരെങ്കിലും ഖുറൈശികളുടെ ഭാഗത്തേക്ക് വന്നാൽ തിരിച്ചു വിടണ്ട, ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളൊക്കെ അന്ന് സഹാബികൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ നമ്മളെന്താ താഴ്ന്നു പോയോ, ഉംറ ചെയ്യാൻ വന്നിട്ട് തിരിച്ചു പോവുക, അപ്പോൾ ഖുറൈശികളുടെ മുമ്പിൽ നമ്മൾ താഴ്ന്നു പോയില്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല പ്രവാചകരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ ഉമറെ, ഞാൻ അള്ളാഹുവിൻ്റെ നബി തന്നെയാണ്, എന്താണ് സംശയം? ഉമർ റളിയല്ലാഹു അൻഹു തുടർന്നു, ഞാൻ രണ്ടാമതായി ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെന്ന് ഉറപ്പാണല്ലോ? നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്തും ശത്രുക്കൾ അസത്യത്തിൻ്റെ ഭാഗത്തിലുമാണല്ലോ, ഉറപ്പല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്കിൽ എന്തിനാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ താഴുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, ആ അള്ളാഹുവിനെ ഞാൻ ഒരിക്കലും ധിക്കരിക്കുകയുമില്ല. ഉമറെ, ഭയപ്പെടേണ്ട, അവൻ്റെ സഹായമുണ്ട്, അള്ളാഹു എന്നെ സഹായിക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, ഓ നബിയെ, നിങ്ങൾ അല്ലേ ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ പരിശുദ്ധമായ കഅബാലയത്തിൽ എത്തുമെന്നും തവാഫ് ചെയ്യുമെന്നും, പിന്നെ എന്താണിപ്പോൾ മടങ്ങിപ്പോകാൻ കരാർ എഴുതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയാണ്, അതേ ഉമറെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇക്കൊല്ലം തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിൽ നീ സമാധാനിച്ചു കൊള്ളുക, നീ കഅബാലയത്തിലെത്തുകയും തവാഫ് ചെയ്യുകയും ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പിന്നെ വിഷമിച്ചിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അടങ്ങിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു, ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയി, എന്നിട്ട് പറഞ്ഞു, ഓ അബൂബക്കർ, ഈ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ നബിയല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. വീണ്ടും ചോദിക്കുകയാണ്, നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്തും അവർ അസത്യത്തിൻ്റെ ഭാഗത്തുമല്ലേ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. വീണ്ടും ചോദിച്ചു, എങ്കിൽ പിന്നെ ഈ ദീനിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവോടും ചോദിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഏ മനുഷ്യ, അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ്. തൻ്റെ റബ്ബിനോട് റസൂൽ ഒരിക്കലും എതിർ പ്രവർത്തിക്കുകയില്ല. അള്ളാഹു അവിടുത്തെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ എതിര് പറയരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സത്യത്തിൽ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയല്ലേ പറഞ്ഞത് നമ്മൾ കഅബാലയത്തിൽ എത്തുമെന്ന് തവാഫ് ചെയ്യുമെന്നും? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഇക്കൊല്ലം തന്നെ ചെല്ലുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, നീ അവിടെ ചെല്ലും, നീ തവാഫ് ചെയ്യും, അതുകൊണ്ട് ഒന്ന് സാവകാശം പാലിച്ചേക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ എടുത്ത ഒരു തീരുമാനവും മോശമാവുകയില്ല. അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിടുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ചോദിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തുടർന്ന് പറയാണ്, അതുകൂടി കേട്ടപ്പോൾ ഞാൻ എന്തോ ഒരു അവസ്ഥയിലായിപ്പോയി. എനിക്ക് പിന്നെ വല്ലാത്ത സങ്കടമായി, മനോവിഷമമായി. പിന്നെ എൻ്റെ പിൽക്കാല ജീവിതത്തിൽ ഓരോ അവസരത്തിലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ചോദ്യം ചെയ്തില്ലേ എന്നുള്ള എൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും അടിമമോചനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. എൻ്റെ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപമര്യാദയായി എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയോ എന്ന് ഓർത്തിട്ട് ഞാൻ ധാരാളം അമലുകൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്.
അപ്പം അങ്ങനെ കരാർ നേരത്തെ പറഞ്ഞ പോലെ എഴുതി രണ്ടുപേരും ഒപ്പുവെച്ചു, തീരുമാനമായി. അപ്പോൾ 2 കോപ്പികളായി, ഓരോ കോപ്പികളും പരസ്പരം കൈമാറി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുന്നേൽക്കൂ, കൊണ്ടുവന്ന ബലിമൃഗങ്ങളെ അറുത്തോളുക, മുടിമുണ്ടനം ചെയ്തു കൊള്ളുക എന്ന് പറയാണ്. അപ്പോൾ സഹാബാക്കൾ ഇടയിൽ നിന്ന് വിഷമം മാറിയിട്ടില്ല. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവർ ശത്രുക്കളുടെ മുന്നിൽ താഴ്ന്നു പോയെന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു, എന്നാൽ ആരും അതിന് തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാത്തതല്ല, അവർക്ക് ഉംറ ചെയ്യാതെ തിരിച്ചു പോകുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ടെൻറ്റിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഭാര്യമാരിൽ അന്നത്തെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാണ്. ഞാൻ അവരോട് ബലിമൃഗങ്ങളെ അറുക്കാനും തലമുണ്ടനം ചെയ്യാനും പറഞ്ഞിട്ടും അവരത് ചെയ്യുന്നില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? അപ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഭാര്യയുമായി കൂടിയാലോചിച്ചുകൊണ്ട് അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? അവരെല്ലാവരും എഴുന്നേൽക്കണം, അറവ് നടത്തണം, മുടിമുണ്ടനം ചെയ്യണം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട, പുറത്തേക്ക് ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോവുക. അവരോട് ഒന്നും പറയേണ്ടതില്ല, അവരോട് സംസാരിക്കേണ്ടതില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഒട്ടകത്തെ അറുക്കുക. അതിനുശേഷം നിങ്ങളുടെ മുടി കളയുന്ന ആളെ വിളിച്ച് മുടി കളയിക്കുകയും ചെയ്യുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് പോയി ആരോടും ഒന്നും സംസാരിക്കാതെ തൻ്റെ ബലിമൃഗത്തെ അറുക്കുകയാണ്. അപ്പോൾ മുടി കളയുന്ന ആളെ വിളിച്ചിട്ട് മുടി പഠിക്കുകയും ചെയ്തു. അപ്പോൾ സഹാബിമാരെല്ലാവരും ഈ കാഴ്ച കാണുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ അവരും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് തുടങ്ങി. അപ്പോൾ അവരും അറവ് നടത്തുകയും മുടി കളയുകയും ചെയ്തു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവനായിട്ട് കളഞ്ഞ അവർക്ക് വേണ്ടി 3 തവണ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. മുടി മുറിച്ച ആളുകൾക്ക്, ചെറുതാക്കിയ ആളുകൾക്ക് വേണ്ടിയിട്ട് 1 തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവരവിടുന്ന് പിരിഞ്ഞു പോകണം. ഈ ഒരു സന്ധിയിലെ തീരുമാനങ്ങളായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ വമ്പിച്ച വിജയത്തിന് അവസരമൊരുക്കിയത് എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും പറയാം. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലെവരും ഉണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. വരുന്ന റമദാനിൽ കൂടുതൽ പുണ്യം കരസ്ഥമാക്കാൻ, നന്മകൾ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.